മിസ് വെച്ച് കോർണറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ പരീക്ഷാകാലമാണ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക, ടെൻഷനൊന്നും അടിക്കണ്ട. നല്ല മിടുക്കന്മാരും മിടുക്കത്തികളായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. അത് കഴിഞ്ഞ് നമുക്ക് 2 മാസം ആഘോഷിക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഇടിയപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. അത് ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും ഇട്ടിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇതപ്പോൾ നമ്മുടെ വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉണക്കലരിയും പച്ചരിയും കൂടി തുല്യ അളവിൽ പൊടിച്ചെടുത്തത് ഈ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണക്കലരിയും പച്ചരിയും കൂടി മിക്സ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പ്യുവർ വൈറ്റ് കളറ് അല്ലാത്തത്. നിങ്ങൾക്ക് പച്ചരി മാത്രം ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. വീട്ടിൽ അരി കുതിർത്ത് പൊടിപ്പിച്ച് വറുത്ത് വെച്ച പൊടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ വെള്ളത്തിൽ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് വേണം, ആ ചൂടോടുകൂടി വേണം നമുക്ക് മാവ് കുഴച്ച് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി കുഴച്ചെടുക്കണം. നന്നായി ചൂട് തോന്നുന്നുണ്ടെങ്കിൽ കൈ അടക്കി വെള്ളത്തിൽ മുക്കി നനച്ച് കുഴച്ച് മാവ് പരുവത്തിൽ ഉരുട്ടിയെടുക്കണം. ഇതാണ് എൻ്റെ നാഴി, സ്റ്റീലിൻ്റെ നാഴിയാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ നാഴി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നാഴിയുടെ അകത്തും ചില്ലിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. മാവ് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വേവാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കണം. ഇനി നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്ത മാവ് നാഴിയിലേക്കിട്ട് പിഴിയാനായിട്ട് തുടങ്ങാം. തട്ടിലും എണ്ണ പുരട്ടിയിട്ടുണ്ട്. മാവ് ചൂടാറുമ്പോഴേക്കും നമുക്ക് വേഗം ഓരോ കുഴിയിൽ ഒഴിച്ച് തട്ട് ഫില്ലാക്കി വേവിച്ചെടുക്കണം. 10 മിനിറ്റ് മതിയാകും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മാക്സിമം ഒരു 10-15 മിനിറ്റോളം മതിയാകും. നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ മുകളിൽ തേങ്ങയും ചേർക്കാം. ഒരു 12 മിനിറ്റോളമായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എളുപ്പമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുഴിയിൽ എണ്ണ പുരട്ടി വെച്ചത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഉണക്കലരി ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.